ഏവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇന്നത്തെ എനർജിയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളുടെ മുമ്പിൽ എപ്പോഴാണോ ഈ ഒരു വീഡിയോ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നത്. ഓക്കെ, കളക്റ്റീവ് മെസ്സേജ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ ഏത് നമ്പറാണോ എടുക്കാൻ തോന്നുന്നത് ആ ഒരു നമ്പർ അല്ലെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മെസ്സേജ് റിസീവ് ചെയ്യാവുന്നതാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ മാച്ച് ആവുന്നു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ മാച്ച് ആവുന്നു, റെസണേറ്റ് ആവുന്നു ഇത് എന്നതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ എടുക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ണടച്ച് ഡീപ് ബ്രീത്തിങ് ചെയ്ത് ഒന്നോ അതിലധികമോ ഫോട്ടോസ് സെലക്ട് ചെയ്യാം. ശേഷം റീഡിങ് കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത്, ഇന്ന് നിങ്ങൾ വളരെ തിരക്ക് പിടിച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ സൂക്ഷ്മതയോടെ വളരെ ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങളൊന്ന് സെലക്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ല എന്നാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പിറകോട്ട് പോവാനും നിങ്ങൾ ഒരു മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു ടെൻഷൻ, സ്ട്രെസ്സ് നിങ്ങളെ പിടികൂടാനുള്ളൊരു സാധ്യതയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത് അധികം നീണ്ടു നിൽക്കില്ല. കുറച്ച് നേരം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതിൽ നിന്നൊരു ക്ലാരിറ്റി കൊണ്ടുവന്ന് പതിയെ പുറത്തിറങ്ങാനുള്ളൊരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ള കുടുംബ മേഖലയിലും കാര്യങ്ങളൊക്കെ ചില സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്തൊരു കാരണമായിട്ടൊരു ദേഷ്യം പോലുള്ളൊരു സിറ്റുവേഷൻസൊക്കെ വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ദേഷ്യത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളടുത്ത് വളരെ സോഫ്റ്റായിട്ട് നിങ്ങളടുത്ത് തിരിച്ച് പെരുമാറാനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചറിവ് വരാനുള്ളൊരു സാധ്യത കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ മേ ബി ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലർക്കും ഒരു ദേഷ്യമായിരിക്കാമെന്ന് കൂടുതൽ നിലനിൽക്കുന്നത്. ദേഷ്യം അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ളൊരു ടെൻഷൻ ആയിരിക്കാം നിങ്ങളിലേക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിവും ഈ ഒരു കാര്യത്തിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വളരെ നല്ലൊരു കാര്യം തന്നെയാണത്. ഒരു വേറൊരു കളക്റ്റീവായിട്ട് വരുന്നൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് പെട്ടെന്നൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മറ്റൊരാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം എടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചില സമയത്തൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു നിരാശ പെട്ടെന്ന് തോന്നിയേക്കാം. ഓക്കെ, കാരണം നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മടുപ്പ് അതിൽ നിന്ന് ഫീൽ ചെയ്തേക്കാം. ഓക്കെ, കുഴപ്പമില്ല. ചെറിയ ചെറിയ ഇൻസെക്യൂരിറ്റീസ് പോലും നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉന്തി നീക്കാൻ പറ്റാത്തൊരു അത്രയും വലിയൊരു സ്ട്രഗിളായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം. ഓക്കെ, മാത്രമല്ല മറ്റുള്ളവർ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് മറ്റുള്ളവർ ചിലപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തേക്കാം. അത് നിങ്ങൾക്ക് കൂടുതലൊരു പ്രതിഷേധം ഉണ്ടാവാം ചില സമയത്ത്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഫ്രസ്ട്രേഷനിലേക്ക് പോവാതിരിക്കുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു സമയത്ത്. ഓക്കെ, പിന്നെ ചിലർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തോ ഒരു ലക്ഷ്യം പിന്തുടരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ചില സമയത്ത് അത് ഫ്രസ്ട്രേഷൻ തരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക. കാരണം നിങ്ങളുടെ ശരിക്കും പാഷനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ സെൽഫ് അത് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണോ, അല്ല പുറമേ നിന്നുള്ള ആൾക്കാരുടെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അവരുടെ ഫോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു ഗോൾ സെലക്ട് ചെയ്യുന്നത്, അതാണോ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തരുന്നത് എന്ന് ചിന്തിച്ച് വയ്ക്കുന്നതൊന്നും നല്ലതായിരിക്കും. കാരണം ഒരു പുഷ് ആൻഡ് പുൾ, അതായത് ഒരു വടംവലിയാണ് നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ചിന്തിക്കുക, ആലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ മുമ്പോട്ടേക്കുള്ള വഴി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വാക്കുകളിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഒരു 2 ദിവസത്തേക്ക്
കാരണം വളരെ ആവശ്യത്തോടു കൂടി സംസാരിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് വഴിതെളിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിക്കുക, ദേഷ്യം ശ്രദ്ധിക്കുക. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു സ്വയം ഒരു അമിതഭാരം നൽകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ഇന്നർ സെൽഫായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഫീൽ ചെയ്യുന്നൊരു എനർജി. ചുരുക്കം ചിലർക്ക് വളരെ ഒരു ഫുൾ മൂൺ സംബന്ധമായിട്ടൊരു എനർജി നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളിൽ, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം കൂടി ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ മുമ്പിലേക്ക് വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നു. പക്ഷേ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തുക. അതായത് ഫ്യൂച്ചറിലേക്ക് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് സ്ട്രെസ്സ് തരും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ അത് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അവിടേക്കും ഇവിടേക്കും അല്ലാത്ത രീതിയിൽ വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു തീരുമാനം അത്തരത്തിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വളരെ തിരക്ക് പിടിച്ചിട്ടൊരു തീരുമാനം എടുക്കാതിരിക്കുക. അതിനൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ചിലരെങ്കിലും വളരെ സെൻസിറ്റീവായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഒരു കളക്റ്റീവായിട്ട് ലഭിക്കുന്ന എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കണക്ട് ചെയ്യാനുള്ളൊരു എനർജിയാണ് കൂടുതലായിട്ട് വരുന്നത്. നിങ്ങളെ ഫ്രസ്ട്രേഷനിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളൊന്ന് മാറി നിൽക്കാനുള്ളൊരു ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അതുവഴി ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എടുക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആ എഫേർട്ട് സക്സസ് ആയിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളൊന്ന് കാമായിട്ടിരിക്കുക, ചില കാര്യങ്ങൾക്ക് സമയം കൊടുക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങൾക്ക് എവിടെയോ ഒരു നിരാശ പോലെ തോന്നുന്നുണ്ടാവാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻകംപ്ലീറ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈ ഒരു സമയത്ത്. ഓക്കെ, നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാനുള്ള സാധ്യത കാണാൻ സാധിക്കുന്നു. ഓക്കെ, പലർക്കും ഫ്രസ്ട്രേഷൻസ് വളരെ കൂടുതലായിട്ട്, വളരെ ടെൻഷൻ, സ്ട്രെസ്സ്, പാനിക്കാവുന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെഡിറ്റേഷനിൽ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി പല കാര്യങ്ങൾക്കും ലഭിക്കാനുള്ളൊരു സാധ്യത കാണാൻ സാധിക്കുന്നു. ഓക്കെ, കാരണം നിങ്ങളുടെ എവിടേക്കോ ഉള്ളൊരു ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്ക് തന്നെ വന്ന് മനസ്സിലാവാനുള്ളൊരു സിറ്റുവേഷൻ സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ എന്താണോ നിങ്ങളത് എഴുതി നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ടിനോടത്തത് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം ഇത് വളരെ നല്ല രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസിനെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളടുത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ അത് മാച്ചായിട്ട് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ കൂടി തയ്യാറാവുക ഈ ഒരു സമയത്ത്. ഓൾഡ് പാറ്റേൺസ് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യത കാണുന്നു. ഓക്കെ, അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീണ്ടും അത് എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത്തരത്തിൽ കടന്നു വരുന്നത് എന്ന് ചിന്തിക്കുക. കാരണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ആയിരിക്കാം കൊണ്ടുവരുന്നത്. ആധ്യാത്മികമായിട്ട് സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഗ്രോത്തിലേക്ക് വരാനുള്ളൊരു സമയമാണ് കൂടുതലായിട്ടും മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട്, അതായത് ഇത്തരം അവസ്ഥകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് സ്വയം അവനവനോട് തന്നെ ചോദ്യം ചോദിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ സ്വയം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം ഉണ്ടാക്കി തരുന്നതാണ്. പലർക്കും ക്ഷമയാണ് ആവശ്യമെന്ന് തോന്നുന്നു. ക്ഷമ കാണിക്കുക. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് സറണ്ടർ ചെയ്യുക ഈ ഒരു സമയത്ത്. കാരണം ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ഷമ എന്നുള്ളത് പറ്റുന്നില്ല പലർക്കും. ഈ ഒരു സമയത്ത് ക്ഷമയാണ് നിങ്ങൾക്ക് ആവശ്യം. ക്ഷമയാണ് നിങ്ങളുടെ ഒരു ഭാവിയിലേക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് റുട്ടീൻ ഉത്തരവാദിത്തങ്ങളെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ
ഒരു ഭാരമുള്ളതായിട്ട് തോന്നിയേക്കാം. കാരണം ഒരു എപ്പോഴും ഇത് തന്നെയാണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാലും ഇതേ ഓൾഡ് പാറ്റേൺസ് നിങ്ങളെ വന്ന് പിടികൂടുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇവിടെയും ഞാൻ പറയുന്നു, ക്ഷമ കാണിക്കുക. കാരണം ചില കാര്യങ്ങൾ ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പം പഴയ ചില മുറിവുകൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഒന്നുകിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെട്ട് അവരെ സഹായിക്കുന്ന സമയത്ത് ചിലപ്പോൾ വീണ്ടും അതേ അവസ്ഥകൾ നിങ്ങൾക്ക് കടന്നു വരാനുള്ളൊരു സാധ്യത ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനസ്സിനും ശരീരത്തിനും ഹീലിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് നിങ്ങളുടെ ഓറ മറ്റുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുറിവുകൾ കൂടി നിങ്ങളിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ആദ്യം സ്വയം ഹീലാവാനുള്ളൊരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. കാരണം എനർജി വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സമയമെടുക്കും ചില കാര്യങ്ങൾക്കുള്ളത് അവനവനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ചിലർക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിലുള്ള ആൾക്കാരുമായിട്ട് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ചെറിയ ഒരു പിണക്കം പോലുള്ള കാര്യങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അതിനെക്കുറിച്ചിട്ട് ഒരു അനാവശ്യമായിട്ടൊരു സംഘർഷം നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടാവാം ഇപ്പോൾ. ഓക്കെ, പക്ഷേ മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുക ഈ സമയത്ത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു എനർജി ആയിട്ട് വരുന്നത്. ഇത് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, കൂടുതൽ പേർക്കും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു ഫ്രസ്ട്രേഷൻസ് ഫീൽ ചെയ്യാനുള്ള, സ്ട്രെസ് ഫീൽ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ സാഹചര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഓക്കെ നിങ്ങൾ വളരെയധികം കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവാം. അപ്പം അവരുമായിട്ട് ചില ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ചിലപ്പോൾ നിങ്ങൾ അവരെ നിങ്ങളുടെ സോൾ കണക്ഷനായിട്ട് മനസ്സിലാക്കിയതായിരിക്കാം അല്ലെങ്കിൽ ചിന്തിച്ചു വെച്ചതായിരിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിച്ചതുപോലുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ അപ്പോസിറ്റ് വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഇല്ലാത്തത് നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ചില വ്യക്തികളെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും കണക്ട് ചെയ്യിപ്പിക്കുന്നതായിട്ട് ചിലർക്ക് ഫീൽ ചെയ്യുന്നു. സോ കൂടുതലായിട്ടും ഇതൊരു ടോക്സിക് കണക്ഷൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ചിന്തിക്കുക കേട്ടോ. ഒരു കാർമിക് കണക്ഷനിലേക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ആയിരിക്കാം. കൂടുതലായിട്ട് നിങ്ങളൊരു കാർമിക് സംബന്ധമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് അവയർനെസ്സാണ് വേണ്ടത്. കൂടുതലായിട്ട് നിങ്ങളുടെ ജോബ്, കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗോൾ, ലക്ഷ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ലക്ഷ്യം ഈ ഒരു സമയത്ത് വേണ്ടതാണ്. കാരണം നിങ്ങൾ കംഫർട്ട് സോൺ ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. ഏതൊരു സിറ്റുവേഷൻ ആയാലും അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ജോബായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളത് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേറെ അവസരങ്ങൾ ലഭിക്കില്ല എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതേ സിറ്റുവേഷനിൽ തന്നെ കഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. സോ മാറി നിൽക്കാനുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം കൂടുതലായിട്ട് നിങ്ങളുടെ നോർമൽ ലൈഫും അല്ലെങ്കിൽ ഈ ഒരു ജോബ് സംബന്ധമായിട്ടുള്ള ലൈഫും തമ്മിൽ ഒരു ഓവർലാപ്പ്, അല്ലെങ്കിൽ അതൊരു നിങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്നുണ്ടാവാം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചിലർക്കത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണ്. നിങ്ങളുടെ എനർജി എങ്ങനെയാണോ വരുന്നത് അതുമായിട്ട് നിങ്ങൾ റെസൊനേറ്റ് ആക്കി എടുക്കുക കേട്ടോ. കാരണം കൂടുതലായിട്ടും ജോബ് സംബന്ധമായിട്ടുള്ള ഫ്രസ്ട്രേഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലിടങ്ങളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതിനൊന്നും ഒരു അംഗീകാരം ലഭിക്കാത്തൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തേടേണ്ടതാണ്. അതിനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സമയത്ത്. നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഒരു സമയത്ത്. ചിലർക്ക് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇത്തരം ആൾക്കാരിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കേണ്ടത് ഈ ഒരു സമയത്ത് ആവശ്യമാണ്. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അത്തരം ആൾക്കാരുമായിട്ട് ആവശ്യമാണ്. ഓക്കെ, ചിലർക്ക് ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഒരു
വീണ്ടും വീണ്ടും ഇതേ ഒരു സിറ്റുവേഷൻ തന്നെ അവർ നിങ്ങളിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നിങ്ങളത് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഓക്കെ, അപ്പം ബൗണ്ടറി കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇത്തരം ആൾക്കാരുണ്ടെങ്കിൽ കംഫർട്ട് സോൺ ലീവ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ പുഷ് ചെയ്യുന്നത്. ചിന്തിക്കുക കേട്ടോ സ്വയം. നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രിഗറുകൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് അത്യാവശ്യമാണ്. എവിടെയാണ് നിങ്ങൾക്ക് നിരാശ വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ എനർജി താഴോട്ട് പോകുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ചുരുക്കം ചിലർക്ക് ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നു. ഓക്കെ, പലർക്കും ഒരു ചീറ്റിംഗ് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോൾ അത്തരം ആൾക്കാർ അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക്, മുന്നേ സംഭവിച്ചൊരു കാര്യമാണെങ്കിൽ വീണ്ടും അത്തരം സിറ്റുവേഷൻസ് വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് മാറി മറിഞ്ഞ് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് ഫ്രസ്ട്രേഷൻസ്, സ്ട്രെസ്സ് തരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു സമയത്ത്. കഴിഞ്ഞതിനെ കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് സ്ട്രെസ്സ് തരും. എന്നിരുന്നാലും വളരെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു എനർജി തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പഠിച്ച ലെസൺസ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.